നമസ്കാരം. സാധാരണഗതിയിൽ പ്രമുഖരായ വ്യക്തികൾ മരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പാർലമെൻറ്റിലും നിയമസഭയിലും ഒക്കെ തന്നെ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട്. സഭയിൽ അംഗമായിരുന്നവരും അംഗമല്ലാതിരുന്നവരോ ആണെങ്കിൽ പോലും പ്രമുഖരായ വ്യക്തികൾക്കെല്ലാം ഇത്തരത്തിലുള്ള ആദരാഞ്ജലി അർപ്പിക്കുകയും 1 മിനിറ്റ് മൗനം ആചരിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രഭാഷകനും മാധ്യമപ്രവർത്തകനും മോട്ടിവേറ്ററും എല്ലാമായിരുന്ന ചാർലി കിർക്ക് എന്ന വളരെ പ്രമുഖനായ അമേരിക്കയിലെ പ്രഭാഷകനും ആ, മാധ്യമപ്രവർത്തകനും മോട്ടിവേറ്ററും എല്ലാമായിരുന്ന വ്യക്തി വെടിയേറ്റ് മരിച്ചത്. ഇദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത, ഇദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു അനുയായിയായിരുന്നു. ട്രംപിന് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ സജീവമായിരുന്നു. കടുത്ത യാഥാസ്ഥിതികൻ കൂടിയായിരുന്നു കിർക്ക്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിനിധി സഭ ചേർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സ്പീക്കർ മൈക്ക് ജോൺസൺ കിർക്കിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് 1 നിമിഷം പ്രാർത്ഥന അദ്ദേഹം നടത്തി. തുടർന്ന് സഭയിലെ അംഗങ്ങളോട് 1 നിമിഷം മൗനമായി ആചരിച്ച് അദ്ദേഹത്തിന് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സഭയിൽ ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തി. ഡെമോക്രാറ്റ് അംഗങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല, ഇല്ല എന്ന് ഒന്നടങ്കം അവർ വിളിച്ചു പറഞ്ഞു. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിലുള്ള വാക്കേറ്റമാണ് നടന്നത്. കിർക്കിൻ്റെ മരണത്തിന് മുന്നിൽ പോലും ഡെമോക്രാറ്റുകൾ ആണ് അതിന് ഉത്തരവാദികൾ എന്ന് വരെ ചില റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് കൂട്ടരും അപ്പുറം ഇപ്പുറം നിന്ന് വലിയ തോതിലുള്ള വാഗ്വാദം നടക്കുന്നതിനിടയിൽ സഭ നടത്തിക്കൊണ്ട് പോകാൻ സ്പീക്കർക്ക് നന്നേ പണിപ്പെടേണ്ടി വന്നു. ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ വിളിച്ചു ചോദിച്ചത്, കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു സ്കൂളിൽ വെടിവെപ്പ് നടന്ന് നിരവധി കുട്ടികൾ ആശുപത്രിയിലാണ്. ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സ്പീക്കറോട് അവർ ചോദിച്ചു. കിർക്കിനോടുള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിരോധം കൊണ്ട് തന്നെ ആയിരിക്കാം ഡെമോക്രാറ്റ്സ് ഇത്രയും വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തിയത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരെല്ലാം തന്നെ പിന്നീട് കിർക്കുമായുണ്ടായിരുന്ന തങ്ങളുടെ വ്യക്തിപരമായ സൗഹൃദത്തെക്കുറിച്ച് ഏറെ സംസാരിച്ചു. സ്പീക്കറും പറഞ്ഞു തനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കിർക്ക്. അദ്ദേഹം വളരെ പ്രതിഭാശാലിയായ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നതങ്ങളിലേക്ക് എത്തുമായിരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സഭയിലാകട്ടെ അംഗങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഡെമോക്രാറ്റുകൾക്ക് കിർക്കിനോട് മരിച്ചിട്ടും പക തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡൻ്റായി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയത്തൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ട്രംപിന് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത കിർക്കിൻ്റെ നടപടികളെ അങ്ങേയറ്റം ഈ ഡെമോക്രാറ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം തങ്ങളുടെ എതിരാളി പ്രസിഡൻ്റ് ആവുന്നതിന് മുഖ്യ ചുമതലക്കാരനായിരുന്ന കിർക്കിന് അങ്ങനെ ഇപ്പോൾ സഭ ആദരാഞ്ജലി അർപ്പിക്കേണ്ടതില്ല എന്ന രീതിയിൽ അവർ പ്രതിഷേധിച്ചത്. കിർക്ക് ഈ സഭയിലെ അംഗവും അല്ലായിരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും രാജ്യത്തെ ഒരു പ്രമുഖനായ വ്യക്തി മരിക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന രീതി അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കൂടി ഭാഗമായിരുന്നതാണ്. പക്ഷേ അമേരിക്കൻ പ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ ഒരു കാരണവശാലും ഇത് നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സഭാന്തരീക്ഷം കലുഷിതമായത്.